നമസ്കാരം. എക്സാം പോയിന്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലാസ്സുകളൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കുക, അസുഖങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് ഹെൽത്തൊക്കെ നോക്കി ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഓരോ വിളിയും കാത്ത് എന്ന് പറഞ്ഞ ചെറുകഥയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ UK കുമാരൻ്റെ ഒരു കഥയാണിത്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥ കൂടിയാണിത്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, എക്സാം പോയിന്റിൻ്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ പഠിക്കുന്നത്, സാറ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. കിടക്കാം. അപ്പോൾ പാഠത്തിൻ്റെ പേര് മറക്കരുത്, ഓരോ വിളിയും കാത്ത്. ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ശ്രീ UK കുമാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഓരോ വിളിയും കാത്ത്. UK കുമാരൻ കോഴിക്കോട് പയ്യോളിയിലാണ് ജനിച്ചത്. 1950 മെയ് 11. അദ്ദേഹം കേവലം ഒരു ചെറുകഥാകൃത്ത് മാത്രമല്ല, ഒരു മികച്ച നോവലിസ്റ്റും അതോടൊപ്പം തന്നെ ഉപന്യാസകാരനും പത്രപ്രവർത്തകനും കൂടിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും എല്ലാം തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള കൗമുദി കോഴിക്കോട് യൂണിറ്റ് ചീഫ്, കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ സംസ്ഥാന ടെലിഫോൺ ഉപദേശക സമിതി അംഗം, അതുപോലെ കാലിക്കറ്റ് സർവകലാശാല ജേർണലിസം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് കൃതികളും അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറെ പ്രശസ്തനാക്കിയ കൃതി എന്ന് പറയുന്നത് തക്ഷൻ കുന്ന് സ്വരൂപം എന്ന് പറഞ്ഞ കൃതിയാണ്. 2016 ആ കൃതിക്ക് വയലാർ പുരസ്കാരവും 2012 അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ രാഷ്ട്രീയത്തിൻ്റെ പെൺകുട്ടികളും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നാണ്. വലയം, ഒരിടത്തും എത്താത്തവൻ, മുലപ്പാൽ, പുതിയ ഇരിപ്പിടങ്ങൾ, പാവം കള്ളൻ, എഴുതപ്പെട്ടത്, ഇതെല്ലാം തന്നെ UK കുമാരൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. സ്നേഹബന്ധത്തിൻ്റെ തീവ്രതയും ഊഷ്മളതയും വളരെ മനോഹരമായി പകർന്നു തരുന്ന ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത്. എഴുത്തുകാരൻ ശ്രീ UK കുമാരൻ. കുടുംബത്തിൻ്റെ എല്ലാമായിട്ടുള്ള അച്ഛൻ്റെ മരണമുണ്ടാക്കിയ ഒരു ശൂന്യതയാണ് കഥയുടെ പശ്ചാത്തലം. ആ കുടുംബത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്, അച്ഛൻ, അമ്മ, മകൻ. മകൻ ദൂരെ ഒരു നഗരത്തിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛനും അമ്മയും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത്. അച്ഛൻ കിടപ്പിലായിട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് മരിക്കുന്നത്. അച്ഛൻ കിടപ്പിലായ സമയത്ത് പോലും അച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു ആ വീടിൻ്റെ ചലനം. അച്ഛൻ്റെ മരണത്തോടു കൂടി വീട്ടിൽ അമ്മ ഒറ്റപ്പെട്ടു പോകുന്നു. ആ വീട് ആകെ ഉറങ്ങുകയാണ്. ഒറ്റപ്പെട്ടു പോയ അമ്മയെ ആ അവസ്ഥയിൽ തനിച്ചാക്കി പോകാനായിട്ട് മകനൊരു മടിയായിരുന്നു. അമ്മയെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആ മകൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അമ്മയ്ക്ക് അച്ഛൻ്റെ ആ ഒരു ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ നിന്ന് പോകാൻ വല്ലാത്ത മടിയായിരുന്നു ഉണ്ടായിരുന്നത്. മകൻ്റെ കൂടെ പോകാനായിട്ട് അമ്മയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ്റെ ഓർമ്മകൾ, അച്ഛൻ്റെ ഓരോ വിളിയും കാത്ത് ഇന്നും ആ അമ്മ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വിളിപ്പുറത്ത് എത്താനായിട്ട് ഉള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ തീവ്രത എത്ര ഭംഗിയാണെന്നും അതിൻ്റെ ഊഷ്മളതയുടെ സൗന്ദര്യവും എല്ലാം തന്നെ ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒട്ടനവധി അർത്ഥങ്ങൾ, ആശയങ്ങൾ, ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു കൃതി കൂടിയാണ് ഓരോ വിളിയും കാത്ത്. നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ എടുത്തു കാണാനായിട്ട് കഴിയും. ആദ്യം നമുക്ക് പറയാൻ കഴിയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെ പറ്റിയിട്ടാണ്. നമ്മൾ NN കക്കാടിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു കവിത പഠിച്ചിട്ടുണ്ട്, സഫലമീ യാത്ര. അതുമായിട്ട് നമുക്ക് ഈ ഒരു കഥയെ വേണമെങ്കിൽ ബന്ധപ്പെടുത്തി പറയാനായിട്ട് കഴിയാം. അതുപോലെ തന്നെ വൃദ്ധർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഈ കഥയുടെ ഒരു പ്രധാനപ്പെട്ട കുന്തമുന തന്നെയാണ്. ഇന്ന് കുട്ടികളെല്ലാവരും തന്നെ പഠിച്ച് വിദേശത്തേക്ക് പോകുമ്പോൾ പ്രായമായ അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി അല്ലെങ്കിൽ വീടിന് കാവലായിട്ട് ആരോരും മിണ്ടാനും പറയാനുമില്ലാതെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം അടക്കി ഒറ്റപ്പെട്ടിരുന്നു പോകുന്നുണ്ട്. പലരും വൃദ്ധസദനങ്ങളിലേക്കും ചേക്കേറുന്ന ഒരു കാഴ്ച ഇന്ന് കേരളത്തിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ അംഗവും തമ്മിലുള്ള തെളിമയാർന്ന ബന്ധത്തെ പറ്റിയും ഇതിനകത്ത് ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും മകനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധം ഇവിടെ കാതലാണ്.
അതുപോലെ തന്നെ അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം നേരിട്ട് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. പക്ഷേ അമ്മയുടെയും മകൻ്റെയും ഓർമ്മകളിലൂടെ അച്ഛൻ ഈ കഥയിലേക്ക് കടന്നു വരുന്നു. ജീവനുള്ള ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ അച്ഛൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇതിനകത്ത് പറയുന്നത് തഴക്കം വന്നൊരു കർഷകനാണ് ഇതിനകത്തെ അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം. മണ്ണിനെ തൊട്ടറിഞ്ഞ് യഥാർത്ഥ കർഷകൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഓരോ വീട്ടിലെയും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പലപ്പോഴും ഓരോ വിളിയും അച്ഛൻ്റെയും അല്ലെങ്കിൽ മക്കളുടെ എല്ലാം വിളി കാത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും സ്ത്രീകൾക്കുള്ളത്. അവരുടെ ഓരോ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടത് അവളുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറിക്കഴിയുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് അമ്മ പറയുന്നുണ്ട് അച്ഛൻ്റെ മരണശേഷം കൂടുതൽ ഉത്തരവാദിത്വം തനിക്ക് കൂടിയെന്ന് ആ അമ്മ വിശ്വസിക്കുന്നു. അച്ഛൻ നന്നായി നോക്കിയ വീടും പരിസരവും പാടവും എല്ലാം തന്നെ ഇനി സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്നാണ് ആ അമ്മ വിശ്വസിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാതലായിട്ടുള്ള ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാർദ്ധക്യം എന്നത് ജരാനരകളുടെ കാലം മാത്രമല്ല. അകത്തിരുന്ന് പാടത്തെയും പറമ്പിലെയും കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്ന അച്ഛൻ അനുഭവജ്ഞാനത്തിൻ്റെ തളരാത്ത വെളിച്ചമാണെന്ന് കൂടി നമുക്ക് കാണാം. വാർദ്ധക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ആർക്കും ഒരു ഗുണമില്ലാത്തൊരു നികൃഷ്ട ജന്മമായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. അതൊന്നുമല്ല ശരിക്കും വാർദ്ധക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവത്തിൻ്റെ വെളിച്ചം അവരുടെ ഓരോ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളിലും നമുക്ക് തൊട്ടറിഞ്ഞ് കാണാനായിട്ട് കഴിയും. അപ്പം നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടന്നാലോ? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നല്ലൊരു കഥയാണ്, വളരെ ഈസിയാണ്. നല്ല രീതിയിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുകയും അതുപോലെ തന്നെ ഹൃദയത്തിൽ കയറുകയും ചെയ്യുന്ന ഒരു കഥ തന്നെയാണ് UK കുമാരൻ്റെ ഓരോ വിളിയും കാത്ത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, സാർ വായിച്ചിട്ട് ആശയം പറയാം. ഓരോ വിളിയും കാത്ത്. പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു. അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നതായിരുന്നു മകൻ്റെ പേടി. ഇത്രയും കാലം അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലെയും അമ്മ ഓടുമായിരുന്നു. മുറിക്കകത്ത് വെച്ചോ പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചോ ആയിരിക്കും വളരെ അപ്രതീക്ഷിതമായി അച്ഛൻ്റെ വിളിയുണ്ടാവുക. അതേ നിമിഷത്തിൽ അമ്മയുടെ മറുപടി ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടുക്കും. അമ്മ ഒരിക്കലും അതിനിട കൊടുക്കാറില്ല. അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരു ശബ്ദം കേട്ടാൽ മതി അതിന് മറുവിളി കൊടുക്കുക എന്നുള്ളത് അമ്മയുടെ ശീലമായി മാറിയിരിക്കുന്നു. ഒരു കുടുംബത്തിലെ അച്ഛൻ മരിച്ചു പോവുകയാണ്. അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ പറയുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒറ്റപ്പെട്ടു പോവുകയാണ്. അമ്മ എങ്ങനെ പുതിയ രീതിയുമായി ഇണങ്ങുമെന്നുള്ളത് മകന് വല്ലാതെ ഒരു ടെൻഷൻ നൽകിയിരുന്നു. ഇത്രയും കാലം അച്ഛൻ്റെ ഓരോ വിളിയും കാതോർത്തുകൊണ്ടാണ് അമ്മ ഇരുന്നത്. അച്ഛൻ്റെ ഓരോ ആവശ്യങ്ങളും കൃത്യമായിട്ട് അമ്മ നിറവേറ്റിയിരുന്നു. അമ്മയെ വിളിക്കുമ്പോൾ തന്നെ മുന്നിൽ കാണണമെന്നുള്ളത് അച്ഛന് നിർബന്ധമായിരുന്നു. പാടത്തും പറമ്പിലും എല്ലാം തന്നെ അച്ഛൻ്റെ വിളി കേട്ടുകൊണ്ട് ആ അമ്മ ഓടിച്ചെല്ലുമായിരുന്നു. എന്തിന്, ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അത് അച്ഛൻ്റെ വിളിയല്ലെങ്കിലും അമ്മ കൃത്യമായിട്ട് അവിടെ എത്തുമായിരുന്നു. അത്രത്തോളം ഒരു ബന്ധം, അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനുള്ള ഒരു താല്പര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അമ്മ. അച്ഛനാകട്ടെ എല്ലാ രീതിയിലും ആ കുടുംബത്തിൻ്റെ ഒരു വിളക്കായിരുന്നു. അച്ഛനുള്ള സമയത്ത് നല്ല ബഹളവും അതുപോലെ തന്നെ ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്നത്. പെട്ടെന്ന് ആ കുടുംബമാകെ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ശൂന്യമായിരിക്കുന്നു. അച്ഛനില്ലാത്ത ഈ ലോകത്തിൽ, അച്ഛനില്ലാത്ത ഈ ജീവിതം ഇനി എങ്ങനെ അമ്മ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു ടെൻഷൻ ആ മകനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ ചിന്തിപ്പിച്ചിരുന്നു. ശ്രദ്ധിച്ചിരിക്കുക. ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ മകന് നന്നേ വിഷമമുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണ അടിയന്തരങ്ങളും കഴിഞ്ഞു നഗരത്തിലേക്ക് പോകുമ്പോൾ വിളിക്കാൻ ആഞ്ഞതാണ്. അപ്പോൾ വരില്ലെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല. രാത്രി വന്ന് കിടക്കാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി മകൻ പറഞ്ഞു. വിളിക്കാൻ ആരുമില്ല ഇപ്പം അമ്മയ്ക്ക് കൂട്ട്. അച്ഛൻ നഷ്ടപ്പെട്ടതോടുകൂടി ആ കുടുംബമാകെ ഉറങ്ങിയിരിക്കുന്നു. തനിക്കാണെങ്കിൽ ജോലിക്കായിട്ട് നഗരത്തിൽ പോകണം. തൻ്റെ കൂടെ വരാൻ വേണ്ടി ആദ്യം ആഗ്രഹിച്ചതാണ്, അല്ലെങ്കിൽ വിളിക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് ഉടനെ തന്നെ അമ്മയെ വിളിക്കുന്നത് ഭൂഷണമല്ലെന്ന് ആ മകന് തോന്നി. വിളിച്ചാലും അമ്മ വരില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. സ്വയം ആശ്വസിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ രാത്രി കൂട്ടുകിടക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങുന്നത്. അതിന് മറുപടിയായിട്ട് അമ്മ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നീ പൊയ്ക്കോളൂ, വൈകിയാൽ ബസ് തെറ്റും. നല്ല ദുഃഖമുണ്ടായിരുന്നു അമ്മയുടെ മനസ്സിൽ. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാതെയാണ് അമ്മ പറയുന്നത്, ആരും ഇവിടെ വേണമെന്നില്ല, നീ പൊക്കോളൂ, ഞാനിവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം എന്നുള്ള രീതിയിൽ.
ദുഃഖം വല്ലാതെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഉള്ളിൽ കനത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അത് അമ്മ പുറത്തേക്ക് കാണിക്കുന്നില്ല. വല്ലാത്ത ഗൗരവമായിരുന്നു അമ്മയുടെ മുഖത്തുണ്ടായിരുന്നത്. മുൻപ് അമ്മ ഇങ്ങനെ ആയിരുന്നില്ല എന്നും മകൻ ചിന്തിക്കുകയാണ്. അച്ഛൻ്റെ മരണത്തോടുകൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ അച്ഛൻ പോയതിനു ശേഷം ആ കുടുംബമാകെ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ആയിരുന്നില്ല ആ വീട്. കളിയും ചിരിയും ബഹളങ്ങളും പിണക്കങ്ങളുമായിട്ട് രസകരമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത്. എപ്പോഴും അമ്മയെ അച്ഛൻ വിളിക്കുന്നതും ഈ മകൻ കേട്ടിരുന്നു. അച്ഛൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അമ്മ വേണ്ടിയിരുന്നു. അത്രത്തോളം ഒരു അടുപ്പം അവരിൽ നിഴലിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ന് ഒരാൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ ഇന്ന് മറ്റൊരു ലോകത്തേക്ക് വിട വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആ സ്ത്രീ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഒരു നാൾ നനച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. അച്ഛൻ്റെ മരണം എന്നുള്ളൊരു സൂചനയാണ് അവിടെ. എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കി. അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. അച്ഛൻ്റെ മരണത്തിൻ്റെ സൂചനയാണ് അവിടെ പറയുന്നത്. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു ആ വീട്. ഇപ്പോൾ ഇതൊരു വീടല്ല. നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാകുന്നില്ല. വീടിൻ്റെ അപൂർണത അമ്മയ്ക്കൊരിക്കൽ സാന്ത്വനമാവുകയുമില്ല. പണ്ടിതൊരു വീടായിരുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇന്ന് അവിടെ ഒരാൾ നഷ്ടമായിരിക്കുന്നു. അച്ഛൻ്റെ കളിയും ചിരിയും ബഹളങ്ങളും ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഇന്ന് അതിനെ വീടെന്ന് പറയാനായിട്ട് കഴിയില്ല. കല്ലും മണ്ണും വെച്ച് കെട്ടിപ്പൊക്കിയ ഒരു വീട്. എത്രയൊക്കെ വലിയ മുറികളും വാതിലുകളൊക്കെ ഉണ്ടെങ്കിലും അച്ഛനില്ലാത്ത ആ ഒരു സ്ഥലം ഇന്ന് വെറും ഒരു കെട്ടിടം, ഒരു കല്ലും മണ്ണും വെച്ച സാധാരണ ഒരു കെട്ടിടമായിട്ട് തന്നെയാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ ഒരു ഇല്ലായ്മ, അച്ഛൻ്റെ ഒരു വേർപെടല് അമ്മയ്ക്ക് അപൂർണതയാണ് സമ്മാനിക്കുന്നത്. കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിൻ്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. കന്നിപ്പാടത്ത് വെയിലിൻ്റെ വേലിയേറ്റങ്ങളും കമുകിൻ തോട്ടങ്ങളിലൂടെ രാത്രികാലത്ത് പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു. കുറേ കാലം അച്ഛൻ കിടപ്പിലായിരുന്നു. അച്ഛൻ മികച്ചൊരു കർഷകൻ കൂടിയാണെന്ന് ഈ വരികളിൽ തെളിയുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഓരോ സ്പന്ദനങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയാൻ ആ മനുഷ്യന് കഴിഞ്ഞിരുന്നു. മണ്ണിൻ്റെ മനസ്സ് തൊട്ടറിഞ്ഞ് ഒരു മികച്ച കർഷകൻ കൂടിയായിരുന്നു ഇവിടെ അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം. കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കവുങ്ങിൽ അടയ്ക്ക പഴുത്തിരുന്നു. കുന്നിൻ പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു. കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായി. വരമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു. ഈ വരികളിൽ തെളിയുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ മനുഷ്യൻ, അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ആ കുടുംബം നോക്കിയിരുന്നത്, തൻ്റെ പറമ്പ് നോക്കിയിരുന്നത്, തൻ്റെ പാടങ്ങൾ നോക്കിയിരുന്നത്. ഇന്ന് പയ്യെ പയ്യെ അതിന് ഒരു അനക്കം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് അതൊന്നും നോക്കാനായിട്ട് ആരുമില്ല. ഇതെല്ലാം തൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം പയ്യെ പയ്യെ ആ അമ്മയിൽ തെളിഞ്ഞു വരികയാണ്. പാടത്തും കവുങ്ങിൻ തോട്ടത്തിലുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ആ അച്ഛൻ അറിഞ്ഞിരുന്നു. അടയ്ക്ക പഴുത്തതും തേങ്ങ വിളഞ്ഞതും അതുപോലെ കന്നി നെല്ലിന് വേലി കെട്ടാനുള്ള സമയമായെന്നും എല്ലാം തന്നെ അച്ഛൻ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ പറയുമായിരുന്നു. അത്രത്തോളം കൃഷിയെക്കുറിച്ച് ആ മനുഷ്യന് ജ്ഞാനമുണ്ടായിരുന്നു. കട്ടിലിൽ കിടന്ന് പറയുന്ന പല കാര്യങ്ങളും പലർക്കും അത് വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് തോന്നുമെങ്കിലും നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് സത്യമാണെന്ന് ബോധ്യമായിരുന്നു. പൊരുളില്ലാത്ത സംസാരമെന്ന് ആദ്യം തോന്നാം, പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന്. പ്രകൃതിയിൽ നിന്ന് മണ്ണിൽ നിന്ന് മനസ്സിലാക്കിയ ചില സത്യങ്ങളുടെ ഒരു നേർചിത്രം, ഒരു കർഷകൻ്റെ മനസ്സിൽ തിളങ്ങുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പാടത്ത് പോകാതെ, കവുങ്ങിനടുത്ത് പോകാതെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ശക്തി ഉണ്ടായിരുന്നത്. കുളത്തിന് കിഴക്ക് ഭാഗത്തുള്ള കവുങ്ങിന് കീഴെ വാവലുകൾ കടിച്ചീമ്പിയ പഴുത്ത അടയ്ക്കകൾ ധാരാളം ചിതറിക്കിടക്കുന്നു. കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണു കിടക്കുന്നു. വേലി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിരുന്നു എന്ന് തിരിച്ചറിയാനാണ് ഈ വരികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണ് കിടക്കുന്നു. അച്ഛൻ പറഞ്ഞതാണത്. തേങ്ങ എല്ലാം തന്നെ മൂത്ത് ചിലപ്പോൾ താഴേക്ക് വീഴാമെന്നുള്ളത് അച്ഛൻ പറഞ്ഞതാണ്. അത് ആ കട്ടിലിൽ കിടന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ വേലി കെട്ടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അവിടെ ചെന്നപ്പോൾ തന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്നു? ഓർക്ക് ഇതെല്ലാം കാണാൻ ഇടയം പോണമെന്നൊന്നുമില്ല. ആടെ കിടന്നാൽ അറിയാം കാറ്റ് എങ്ങോട്ടടിക്കുന്നതെന്ന്.
അതായത് നമ്മൾ സംസാര ഭാഷയിലാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ആടെ കിടന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നാൽ അറിയാം എനിക്ക് കാര്യങ്ങൾ. ഞാനൊരു കർഷകനാണ്, എനിക്ക് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുമെന്നാണ് അച്ഛൻ പറയുന്നത്. ഉമ്മറ കോലായിൽ ഇരുന്ന് കണാരൻ പറയുന്നു. ഉമ്മറം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുൻവശമാണ്. അവിടെ കോലായിൽ ഇരുന്നു കൊണ്ട് കണാരൻ പറയുകയാണ്, വളരെ കാലമായി പറമ്പിലെ കിളപ്പണിയും വയലിലെ ഉഴുത്തു നടത്തുന്നത് കണാരനാണ്. അച്ഛൻ അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികം നോക്കുന്നതും അയാൾ തന്നെ. ഇതിലെ മറ്റൊരു കഥാപാത്രമാണ് കണാരൻ. അച്ഛൻ കിടപ്പിലായതിനു ശേഷം ആ പറമ്പും പാടവും എല്ലാം തന്നെ നോക്കുന്നത് കണാരൻ്റെ ജോലിയായിരുന്നു. കിടന്നിടത്തു നിന്ന് അച്ഛൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അമ്മ മറുപടി നൽകും, നിർദ്ദേശങ്ങൾ അനുസരിക്കും. എങ്കിലും ചോദ്യവും നിർദ്ദേശവും അസഹ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കാറുണ്ട്. അച്ഛനോടല്ല, സ്വന്തം വ്യാകുലതകൾ ഒന്നുറക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഭവം. എപ്പോഴെങ്കിലും അമ്മയുടെ മറുപടിക്ക് അല്പം കാലതാമസമുണ്ടായാൽ അച്ഛൻ പറയാൻ തുടങ്ങും, ഇനിയിപ്പോൾ എന്നെ കൊണ്ടൊന്നും വയ്യെന്ന് നിനക്ക് തോന്നി അല്ലേ? ആയിക്കോ, ഇതൊക്കെ ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അത് ഓർത്താ മതി. ഇടയ്ക്ക് ഓരോ കാര്യങ്ങളും അച്ഛൻ കിടക്കയിൽ നിന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ആ സമയത്ത് എല്ലാം തന്നെ അമ്മ വിളി കേൾക്കും, എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും അനുസരിക്കും. എപ്പോൾ വിളിച്ചാലും അടുത്തേക്ക് ചെല്ലുമായിരുന്നു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അമ്മ ഇടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്. അത് അച്ഛനോടായിരുന്നില്ല, സ്വന്തം അവസ്ഥയോർത്ത് അവർ തന്നെയായിരുന്നു വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്നത്. ഓരോ കുടുംബത്തിലെയും സ്ത്രീകളുടെ അവസ്ഥ പലപ്പോഴും ഇതാണ്. അച്ഛനും ഭർത്താവും അതുപോലെ തന്നെ മക്കളും എല്ലാം തന്നെ പറയുന്നത് കൃത്യമായിട്ട് കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അവരവരുടെ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതിനുശേഷം അച്ഛൻ ഇടയ്ക്ക് ഒച്ച കേൾക്കുന്ന സമയത്ത് അമ്മയോട് സങ്കടത്തോടു കൂടി പറയുന്ന കാര്യമുണ്ട്, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ഒന്നും വയ്യാന്ന് നിനക്ക് തോന്നി, എന്നെ കൊണ്ട് ഇനി ഒരു ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കാത്ത എന്നുള്ള തന്നെ അച്ഛൻ്റെ ഒരു പിണക്കം, സ്നേഹം കൊണ്ടുള്ള ഒരു പിണക്കമായിരുന്നു. അതുമാത്രമല്ല, കിടപ്പിലായി പോയ ഒരു മനുഷ്യൻ്റെ ഒരു വേദന കൂടി അതിനകത്ത് കാണാം. കർഷകനായിരുന്നു ആ മനുഷ്യൻ. എപ്പോഴും മണ്ണിലിറങ്ങി പണിയെടുത്തുകൊണ്ടാണ് ഒരു രാജാവിനെ പോലെ ആ കുടുംബത്തിലെ നല്ല രീതിയിൽ നട്ടുനിവർത്തിക്കൊണ്ട് നടന്ന മനുഷ്യനാണ് ഇന്ന് കിടപ്പിലായി പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു വേദന കൂടി ചിലപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. അച്ഛൻ്റെ ഈ പരാതിക്ക് മറുപടിയായിട്ട് അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, കണ്ണു കാണാതായിട്ടും നടക്കാൻ പറ്റാതായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അവരൊരിക്കലും ഭർത്താവിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ സംസാരിക്കുന്നത്, ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നത് സ്വന്തം അവസ്ഥയോർത്താണ്. വയ്യാതെ കിടക്കുന്ന ഭർത്താവിനെ സഹായിക്കാനായിട്ട് താനുണ്ട്, പക്ഷേ തൻ്റെ അവസ്ഥകൾ, തൻ്റെ വേദനകൾ താൻ ആരോട് പറയുമെന്നുള്ളൊരു വേദന അവരുടെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരുന്നു. അത്ര വിഷമം തോന്നിയാലേ അമ്മ മറുത്തു പറയൂ. അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാവും. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാവണം അച്ഛൻ പരിഭവത്തിൻ്റെ കെട്ടഴിക്കുന്നതെന്നും മകന് തോന്നിയിരുന്നു. അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കിടക്കയിൽ കിടന്നുകൊണ്ട് ഓരോ പരാതികളും പരിഭവങ്ങളും പറയുന്നത് അമ്മയുടെ സംസാരം കേൾക്കാനാണ്, ഒച്ച കേൾക്കാനാണ്. അത് അവരുടെ സ്നേഹത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് മകന് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാവണം അച്ഛൻ പരിഭവത്തിൻ്റെ കെട്ടഴിക്കുന്നതെന്ന്. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എത്ര സ്ട്രോങ് ആണെന്ന് കൃത്യമായിട്ട് മകനറിയാം. പക്ഷേ അമ്മയുടെ വേദനകൾ, സങ്കടങ്ങൾ എത്രത്തോളം അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അച്ഛൻ എപ്പോൾ വിളിച്ചാലും അമ്മ ഓടിയെത്തും. പക്ഷേ അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ മാത്രമാണ് അമ്മ എന്തെങ്കിലും പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്. അത് എത്രത്തോളം ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ്റെ സങ്കടവും അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അമ്മ ചെയ്യുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി അമ്മ ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് വയ്യാതാകുമ്പോൾ ഒന്ന് ചോദിക്കാൻ പോലും ഇന്ന് പല കുട്ടികളും മടിക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഭാര്യയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് നിറവേറ്റാൻ ഭർത്താക്കന്മാർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അച്ഛൻ പോയതോടുകൂടി വല്ലപ്പോഴും ഒന്ന് കടുപ്പിച്ചു സംസാരിക്കാനുള്ള അവസരം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. അച്ഛനോട് മാത്രമായിരുന്നു അമ്മ എന്തെങ്കിലും കടുപ്പിച്ച് തൻ്റെ വേദനകളൊക്കെ പങ്കുവയ്ക്കുമായിരുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്. ഇപ്പോൾ അതിനുള്ള അവസരമില്ല. കാരണം ഭർത്താവ് അവർക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. തിമിരപ്പടർപ്പുകൾ നിറഞ്ഞ കണ്ണുകൾ ചിമ്മാതെ ഉറക്കൊഴിക്കാൻ ഇനി ആരാണ് ഉള്ളതെന്ന നിരാശാബോധം അമ്മയിൽ. അതുപോലെ തന്നെ തിമിരം ബാധിച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. കണ്ണിന് വരുന്നൊരു അസുഖമാണ്, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയാണ്, വാർദ്ധക്യം അവരെ ബാധിച്ചു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അച്ഛനു വേണ്ടി ഉറക്കമുളയ്ക്കാൻ അവർക്ക് യാതൊരു മടിയില്ലായിരുന്നു. പക്ഷേ ഇനി താൻ ആർക്കു വേണ്ടി ഉറക്കമുളയ്ക്കുമെന്നുള്ള നിരാശ കൂടി ആ അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. തേഞ്ഞു തീർന്ന കാൽമുട്ടുകളിലെ വേദനയും താങ്ങി മുറിയിലൂടെ അച്ചാലും മുച്ചാലും നടക്കേണ്ടതില്ലല്ലോ എന്ന ഖിന്നതയും അമ്മയിലുണ്ട്. ഖിന്നത എന്ന് പറഞ്ഞ വിഷമം, ഒരു സങ്കടമാണ് അവരുടേത്. ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടുന്നത്?
വയ്യ, മുട്ടിന് തേയ്മാനം വന്നിട്ടുണ്ട്, കണ്ണിൻ്റെ കാഴ്ച പയ്യെ കുറഞ്ഞു, ഇനി മുറിയുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം ആർക്ക് വേണ്ടിയാണ് താൻ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടത്, ആരുടെ വിളി കാതോർത്താണ് ഞാൻ ഇനി ജീവിക്കേണ്ടത് എന്നെല്ലാം തന്നെ ആ അമ്മ ചിന്തിക്കുന്നുണ്ട്. അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടുകൂടി അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പണ്ട് കളിയും ചിരിയും സംസാരവും ഇണക്കവും പിണക്കവും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ആ വീടിന്ന് നിശബ്ദമായി കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴും സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അമ്മ ഇന്ന് വല്ലാതെ മൗനത്തിലേക്ക് വീണുപോയി കഴിയുന്നു. പലപ്പോഴും ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ ശങ്കിച്ചു പോകുന്നു. അച്ഛൻ്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഏതവസ്ഥയിലും അമ്മ ചെറുപ്പത്തിലേക്ക് മടങ്ങിയായിരുന്നു. ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി പൊടുന്നനെ വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ. അച്ഛനുണ്ടായിരുന്ന സമയത്ത്, അച്ഛൻ്റെ വിളികളുള്ള സമയത്ത് അമ്മ ഒരു ചെറുപ്പക്കാരിയെ പോലെയാണ് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നത്. ഇന്ന് ആരും വിളിക്കാനില്ല, കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ വളരെ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് വീണതുപോലെയാണ് ആ മകന് തോന്നിയത്. വീടിൻ്റെ നിശബ്ദതയിൽ തനിച്ചാകുമ്പോൾ അമ്മയുടെ മനസ്സ് ഇനിയും മുന്നോട്ട് പോകും. ജര ബാധിച്ച സമയത്തെക്കുറിച്ച് അമ്മ ഓർക്കും. ഏകാന്തതയുടെ തുരുത്തുകൾ അമ്മയ്ക്ക് ഒരിക്കലും വിശ്രാന്തിയുടെ ഇടവേളയാകാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകയാണ് അവർ, ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, ജരാനരകൾ അവരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഈ ഏകാന്തതയുള്ള ഒരു അവസ്ഥ അവർക്ക് വിശ്രമം നൽകുന്ന ഒരു കാര്യമായിട്ട് തോന്നില്ല. ഭർത്താവുള്ള സമയത്ത് അവർക്ക് ഒരുപാട് ഓടിയിടുന്ന് പണിയെടുക്കണമായിരുന്നു. ഒരുപാട് അവർക്ക് കാൽമുട്ട് വേദനയും അതുപോലെ തന്നെ കണ്ണ് കാണാത്ത അവസ്ഥയും അങ്ങനെയുള്ള ശാരീരികമായുള്ള പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു. അന്ന് വിശ്രമിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് വിശ്രമിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. എത്രയൊക്കെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് വിശ്രമമായിട്ട് അത് അനുഭവപ്പെടുന്നില്ല. പണ്ട് ചുറുചുറുക്കോടുകൂടി നടക്കാനായിട്ട് ഭർത്താവ് ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് അവർക്ക് മനസ്സുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊന്നും തന്നെ കഴിയുന്നില്ല. കാരണം ഇന്ന് അവരുടെ കൂടെ അവരുടെ ഭർത്താവില്ല. അതുകൊണ്ടാണ് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരിക്കൽ മകൻ അമ്മയെ വിളിച്ചത്. ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക? ഇങ്ങനെ ഈ അമ്മയുടെ ഈ വേദന കാണുമ്പോൾ, അമ്മയുടെ ഒറ്റപ്പെടൽ കാണുമ്പോൾ, ആ മൗനം കാണുമ്പോൾ വല്ലാത്തൊരു മുഷിഞ്ഞൊരവസ്ഥ കാണുന്ന സമയത്താണ് മകൻ അമ്മയെ നഗരത്തിലേക്ക് വിളിക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് മടിയായിരുന്നു. അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് നഗരത്തിലേക്ക് അമ്മയെ വിളിക്കാനായിട്ട് മകൻ തീരുമാനിക്കുന്നത്. അതിന് മറുപടിയായിട്ട് അമ്മ പറയുന്ന കാര്യം ഇതാണ്: അതോർത്ത് ഇനി വിഷമിക്കേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയൊരു അർത്ഥമാണ് വരുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ അവർ ഒറ്റയ്ക്കാണ്, പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഭർത്താവിൻ്റെ ചിന്തകളുണ്ട്. അദ്ദേഹം ഈ വീടിലും പറമ്പിലും പരിസരത്തും തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ടെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് താൻ ഒറ്റയ്ക്കാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല എന്ന്. അത് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, എനിക്കൊരു സമാധാനം വേണ്ടേ? എല്ലാ ആഴ്ചയും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ കൂടി പോയാൽ വീടും പറമ്പുമൊക്കെ ആരാ നോക്കുക? അച്ഛൻ ഇതൊക്കെ എങ്ങനെയാ നോക്കിയിരുന്നതെന്ന് നിനക്കറിയാലോ. പറയാണ് മകൻ, എനിക്ക് വല്ലാത്ത സങ്കടമാണ്. ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ നഗരത്തിലേക്ക് പോകുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, എന്തെങ്കിലും വന്നാൽ ആര് നോക്കും? അതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് താൻ വിളിക്കുന്നതെന്ന് മകൻ പറയുന്നത്. അമ്മയോടുള്ള ഇഷ്ടവും വാത്സല്യവും അവിടെ തെളിഞ്ഞു കാണാം. പലപ്പോഴും അമ്മയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ വൃദ്ധമന്ദിരത്തിലാക്കാനായിട്ട് മക്കൾ മത്സരിക്കുന്ന ഈ സമയത്ത് അതിൽ നിന്നും നേർ വിപരീതമായുള്ള ഒരു കഥാപാത്രമാണ് ഇവിടുത്തെ മകൻ. മറുപടിയായിട്ട് പിന്നെയും പറയുന്നുണ്ട് അമ്മ, ഞാൻ കൂടി പോയാൽ വീടും പറമ്പുമൊക്കെ ആരാ നോക്കുക? അച്ഛൻ ഇതൊക്കെ എങ്ങനെയാ നോക്കിയെന്ന് നിനക്കറിയാലോ. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ ഈ പറമ്പ് ആര് നോക്കും? അച്ഛനുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം തന്നെ പടുത്തുയർത്തിയത്. ഈ പാടവും പറമ്പും എല്ലാം എന്തു ഭംഗിയായിട്ടാണ് അച്ഛൻ നോക്കിയത്. ഞാൻ കൂടി പോയി കഴിഞ്ഞാൽ ഇത് ആര് നോക്കുമെന്നായിരുന്നു അമ്മ മകനോട് പറഞ്ഞത്. അതൊക്കെ ശരിയാണ്. അമ്മയ്ക്ക് വയ്യാതെ കിടന്നാൽ പിന്നെ ആരാ ഇതൊക്കെ നോക്കുക? വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, എന്നാൽ ചീത്തയാവില്ല. മറ്റെല്ലാം കണാരനെ ഏൽപ്പിക്കാം, ഓനത് നന്നായി നോക്കുകയും ചെയ്യും. ഏതായാലും വാവ് കഴിയട്ടെ. ഇതൊക്കെ ശരിയാണെന്ന് പറയുകയാണ് മകൻ. പക്ഷേ ഒരു കാര്യം അമ്മ ശ്രദ്ധിക്കണം, അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാതെ ആയി കഴിഞ്ഞാൽ ആരാണ് നോക്കുക? അതുപോലെയല്ല, നമുക്ക് ഈ വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഒരാളും അനക്കമൊക്കെ ഉണ്ടാവും, ചീത്തയായി പോകുകയുമില്ല. അതുപോലെ കണാരൻ ബാക്കിയുള്ള പറമ്പും പാടവും എല്ലാം ഭംഗിയായിട്ട് നോക്കിക്കോളും. ഇത്രയും നാൾ അയാളല്ലേ നോക്കിയത്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് നഗരത്തിലേക്ക് പോകാമെന്നാണ് ആ മകൻ അമ്മയോട് പറയുന്നത്. മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അമ്മ പറയുന്നു, വാവ് കഴിയട്ടെ, താൻ വരാമെന്ന്. വാവ് കഴിഞ്ഞ് നഗരത്തിലേക്ക് തിരിക്കുമ്പോൾ അമ്മയും കൂടെ വരാമെന്ന് ഏറെക്കുറെ സമ്മതിച്ചു. വാവിൻ്റെ അന്ന് കാലത്ത് ബലിയുണ്ട്.
അത് കഴിഞ്ഞ് രാത്രി കൊടുക്കുക. പരേതാത്മാക്കളുടെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രിയ. തെക്കേ മുറിയിൽ നിരത്തി വച്ചിട്ടുള്ള പീഠങ്ങൾക്ക് മുകളിൽ നാക്കിലകൾ, അതിൽ പലഹാരങ്ങൾ നിറയ്ക്കുന്നു. തൊട്ടടുത്ത് മൂട് ചെത്തിയിട്ടുള്ള ഇളനീരും. ബലികർമ്മങ്ങൾ പരേതാത്മാക്കളെ സന്തോഷിപ്പിക്കാനുള്ള ക്രിയയാണ്. അങ്ങനെ വാവ് എത്തി നിൽക്കുകയാണ്. വാവിനുള്ള ഓരോ ചടങ്ങുകൾ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നു. ഇളനീരെല്ലാം തന്നെ എടുത്തു വയ്ക്കുന്നു, പലഹാരങ്ങളും നിറയ്ക്കുന്നു. മരിച്ചവർക്ക് ദാഹജലമായി ഇളനീർ മാത്രമേ മുറിയിൽ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി കൂടി അമ്മ മുറിയിൽ എത്തിച്ചു. അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയാ, അമ്മ ഓർമ്മപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കണം, മരിച്ചുപോയി ഒരു മനുഷ്യൻ. തൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് ആ സ്ത്രീക്ക് ബോധ്യമാണ്. പക്ഷേ ആത്മാക്കൾക്ക് ഇളനീര് കൊടുക്കുന്ന സമയത്ത് കാപ്പി കൂടി ആ അമ്മ എടുത്തു വയ്ക്കുകയാണ്. കാരണം തൻ്റെ ഭർത്താവിന് കാപ്പി വളരെയധികം ഇഷ്ടമായിരുന്നു എന്ന് ആ അമ്മയ്ക്കറിയാം. കൊടുത്തു കഴിഞ്ഞ പലഹാരങ്ങൾ പുറത്തേക്കെടുത്ത് അമ്മ ഉമ്മറത്ത് വിളമ്പി. കണാറിന് പുറമെ അയൽക്കാരായ ചാത്തുവച്ചനും അമ്പുവും കുറുപ്പും ഉണ്ടായിരുന്നു കഴിക്കുവാൻ. അച്ഛനുള്ളപ്പോഴും ഇവരെ വിളിക്കുമായിരുന്നു. പാതി പൊളിഞ്ഞു നിൽക്കുന്ന മൂട് മാറ്റി ഇളനീർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു, കാലത്തെ ബസ്സിന് തന്നെ ഞാള് പോവും, എല്ലാവരുടെയും ഒരു കണ്ണ് ഇങ്ങോട്ടൊന്ന് ഉണ്ടാകണേ. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് എല്ലാ വാവനും എന്ത് പരിപാടി ഉണ്ടെങ്കിലും തൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിക്കുമായിരുന്നു. അച്ഛൻ മരിച്ചിട്ടും അമ്മ ആ ഒരു പതിവ് തെറ്റിച്ചില്ല. കൂട്ടുകാരെല്ലാവരെയും വിളിച്ചു. അവർക്ക് കാപ്പിയും മറ്റുള്ള ഭക്ഷണ പലഹാരങ്ങളും കൊടുത്തു. അതിനുശേഷം പറയുകയാണ്, രാവിലത്തെ വെളുപ്പിന് ബസ്സിന് തന്നെ ഞങ്ങൾ നഗരത്തിലേക്ക് പോവുകയാണ്, ഇവിടേക്ക് ഒരു കണ്ണു വേണം. നല്ല ആൾക്കാരാരെങ്കിലും വന്നാൽ വീട് വാടകയ്ക്ക് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അതുവരെ കണാരൻ നോക്കട്ടെ, കൊയ്യാനുള്ള സമയമായാൽ കളം കെട്ടാനും മറക്കണ്ട, അന്നേരം ഞാൻ വരാം. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്, ആ ഒരു സ്ത്രീ മടങ്ങുന്നത്. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ആ കുടുംബം ഭർത്താവ് നോക്കിയിരുന്നത്. ഭർത്താവ് മരിച്ചെങ്കിൽ അവിടെ ഒരു ക്ഷീണവും ഉണ്ടാവരുത്. അദ്ദേഹത്തിൻ്റെ വിയർപ്പാണ് ഈ പറമ്പും പാടവും വീടും എന്നെല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ മടങ്ങുന്നത്. കണാരൻ ഈ വീടും പറമ്പും നോക്കട്ടെ, അതിനുശേഷം സമയമായാൽ കളം കെട്ടാനും മറക്കരുതേ എന്ന് പറയുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ എത്താമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ മടങ്ങുന്നത്. നഗരത്തിലേക്ക് വരുന്നതിൽ അമ്മ മാനസികമായി തയ്യാറെടുത്ത് കാണുന്നതിൽ മകന് സന്തോഷം തോന്നി. അതുവരെ അതായിരുന്നു പേടി. നിർബന്ധിച്ച അമ്മയെ ഒരിക്കലും നഗരത്തിലേക്ക് വിളിക്കരുത്, വിളിച്ചാൽ വരുമായിരിക്കും, പക്ഷേ തിരിച്ചു പോകേണ്ട ചിന്തയിലായിരിക്കും എന്നും അമ്മ. ഈ വരികളിൽ തെളിയുന്നത് മകന് അമ്മയോടുള്ള സ്നേഹമാണ്. ഒരിക്കലും തൻ്റെ അമ്മയെ നിർബന്ധിച്ച് നഗരത്തിലേക്ക് വിളിക്കരുതെന്ന് ആ മകൻ ദൃഢനിശ്ചയമെടുത്തിരുന്നു. കാരണം വിളിച്ചാൽ ഒരുപക്ഷെ അമ്മ വരുമായിരിക്കും, പക്ഷെ എപ്പോഴും തിരിച്ചു വരണമെന്നുള്ള ചിന്ത ആ അമ്മയുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുമെന്ന് കൃത്യമായിട്ട് മകനറിയാം. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം അമ്മ എപ്പോൾ സമ്മതിക്കുന്നുവോ അപ്പോൾ മാത്രം നഗരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് മകൻ തീരുമാനിച്ചത്. ഇപ്പോൾ അമ്മ മാനസികമായിട്ട് അല്പം തയ്യാറെടുത്ത് കഴിഞ്ഞു നഗരത്തിലേക്ക് പോകാനായിട്ട്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നഗരത്തിലെ വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു അമ്മ. കുട്ടിയുടെ കരച്ചിൽ അപ്പോഴേക്കും മാറിയിരുന്നു. അവിടെ ഏതോ മരക്കൊമ്പിലിരുന്ന് കൂമൻ മൂളിക്കൊണ്ടിരിക്കുന്നു. അതിന് മറുപടി എന്നോണം മറ്റെങ്ങോ അതേ തരത്തിലുള്ള മറ്റൊരു മൂളിലും. കുട്ടി അത് ശ്രദ്ധിക്കുകയായിരുന്നു. കുസൃതി എന്നോണം അവനും അതൊപ്പിച്ച് മൂളാൻ തുടങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചു, നിന്റെ വീട്ടിലിരുന്നാൽ കൂമൻ മൂളുന്ന ഒച്ച കേൾക്കോ നീ? ഏതോ വിഷാദ സ്വരത്തിൽ അവൻ പറഞ്ഞു, ഇല്ല അച്ഛമ്മേ, ഒന്നും കേൾക്കില്ല, ടിവിൻ്റെ ഒച്ച മാത്രമേ കേൾക്കാൻ പറ്റൂ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നഗരത്തിലുള്ള വിശേഷങ്ങൾ കൊച്ചുമോനോട് ഈ അമ്മ ചോദിക്കുകയാണ്. അപ്പോൾ കൂമൻ്റെ ഒച്ച കേൾക്കുകയാണ്. കൂമൻ നമുക്കറിയാം, ഒരു വിശ്വാസമുണ്ട്, കൂമൻ കരഞ്ഞു കഴിഞ്ഞാൽ ഇക്കരെ കൂവിയാൽ അക്കരെ മരണമെന്ന്. ഒരു ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധതയാണത്, അല്ലേ? നഗരത്തിൽ ഇങ്ങനെയുള്ള ഒച്ചയൊക്കെ കേൾക്കാൻ കഴിയുമെന്ന് കൊച്ചുമകനോട് അമ്മമ്മ ചോദിക്കുകയാണ്. അവൻ പറഞ്ഞത് ഒന്നും കേൾക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. ടിവിൻ്റെ ഒച്ച മാത്രമേ കേൾക്കാൻ കഴിയൂ. ഗ്രാമവും നഗരവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ ദൃശ്യമാകുന്നത്. യാന്ത്രിക ലോകത്തിൻ്റെ നേർചിത്രം ടിവിയുടെ ഒച്ച എന്ന് പറയുന്നതിലൂടെ കൃത്യമായിട്ട് ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം, ശ്രദ്ധിച്ചിരിക്കുക. നല്ല വെള്ളമില്ല, നിലാവുമില്ല, കൂമൻ്റെ ഒച്ചയുമില്ല, പിന്നെ എന്താ ആടെ ഉള്ളത്? അമ്മ തമാശയോട് കൂടി ചോദിച്ചു. നഗരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നല്ല വെള്ളമില്ല, നല്ല നിലാവില്ല, അതുപോലെ കൂമൻ്റെ ഒച്ചയില്ല, പിന്നെ എന്താ അവിടെ ഉള്ളത്? പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് വരണേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അമ്മമ്മയ്ക്കുണ്ടായിരുന്നത്. സമയമേറെ കഴിഞ്ഞപ്പോൾ പൈക്കച്ചവടക്കാരനെ കണ്ട കഥ പറഞ്ഞു തുടങ്ങിയ അമ്മ മീൻ വാങ്ങാൻ വേണ്ടി കോണിക്കൽ നിൽക്കുമ്പോൾ അതുവഴി വന്ന പൈക്കച്ചവടക്കാരൻ ചോദിച്ചു, മൂപ്പർ എങ്ങോട്ട് പോയി? അച്ഛനോട് ഒന്നിച്ച് കുറേ നാൾ കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു അത്. ആ വഴി വന്നാൽ എപ്പോഴും വീട്ടിൽ കയറാതെ പോവുകയുമില്ല. ഇപ്പോൾ നന്നേ തിരക്കിലാണ്.
വീട്ടിൽ കയറാൻ സമയമില്ലെന്ന് അയാൾ അറിയിച്ചു. ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, മൂപ്പര് പോയി. മടങ്ങി വന്നാല് മണിയൂരിൽ നിന്ന് വന്ന ചാത്തു ചെട്ടിച്ചേര് അന്വേഷിച്ചെന്ന് പറയണേ. മൂപ്പര് പുരയിലുണ്ടായിരുന്നെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് ഒന്ന് മുറുക്കി പഴയ വർത്താനവും പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കായിരുന്നു. പിന്നീട് വരുന്നൊരു കഥാപാത്രമാണ് ചാത്തു ചെട്ടിയാര്. അയാളൊരു പൈക്കച്ചവടക്കാരനായിരുന്നു. പൈക്കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ പശുക്കളെയൊക്കെ വിൽക്കുന്ന ആള്. പണ്ട് ആ വീട്ടിലെ അച്ഛനോടൊപ്പം കച്ചവടം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അയാൾ ആ വഴി വരുന്നത്. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, ആ ഒരു മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ കൂട്ടുകാരനെന്ന്. അയാൾ ആ ഭർത്താവ് മരിച്ചുപോയ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയ കാര്യം, തൻ്റെ കൂട്ടുകാരൻ മരിച്ചുപോയ കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. അതിന് മറുപടിയായിട്ട് അമ്മ പറയുന്ന കാര്യം ഇതാണ്, മൂപ്പര് പോയി. മൂപ്പര് പോയി എന്ന് പറഞ്ഞ് മരിച്ചുപോയി എന്നുള്ള കൃത്യമായിട്ട് തെളിച്ചു പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ തോന്നുന്നത് എങ്ങോട്ടേക്കോ യാത്ര പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നത്. മടങ്ങി വന്നാല് മണിയൂരിൽ നിന്ന് വന്ന ചാത്തു ചെട്ടിയാര് വന്നു എന്നൊന്ന് പറയണം. അതിനുശേഷം അയാൾ തുടർന്ന് പറയുന്നുണ്ട്, മൂപ്പര് പെരയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് മുറുക്കി ഇവിടെ കുറച്ചു നേരം ഇരിക്കാമായിരുന്നുവെന്ന്. അവർ തമ്മിലുള്ള ബന്ധം എത്ര വലുതാണെന്ന് കൂടി കാണിക്കുന്നു. സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു ആഴവും നമുക്ക് ഇവിടെ ദർശിക്കാം. ഇപ്പോഴും ഇടയ്ക്കൂടെ പോണ ചിലർ വിവരറിയാതെ ചോദിക്കാം, മൂപ്പർ എങ്ങോട്ട് പോയി? ഞാൻ പറയും പോയിന്ന്. പോയില്ലാന്ന് എനിക്കല്ലേ അറിയൂ. അമ്മ നെടുവീർപ്പിട്ടു. അപ്പോൾ ഈ വഴിയിലൂടെ പോകുന്ന മരണവാർത്ത അറിയാത്ത പല ആളുകളും പല കൂട്ടുകാരും ദൂരദേശത്ത് നിന്നൊക്കെ വരുമ്പോൾ ചോദിക്കാം, മൂപ്പർ എങ്ങോട്ട് പോയി? ഇപ്പൊ കുറെ ആയല്ലോ കണ്ടിട്ട്. ഞാൻ പറയും പോയിന്ന്. പോയില്ലാന്ന് എനിക്കല്ലേ അറിയൂ. പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉദ്ദേശിക്കുന്നത് യാത്രയ്ക്ക് പോയി എന്ന ആളുകൾ വിചാരിച്ചോട്ടെ എന്നാണ്. പക്ഷെ പോയില്ല എന്ന് എനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊപ്പം എൻ്റെ ചുറ്റുവട്ടത്തുണ്ട്, മരിച്ചിട്ടില്ല എന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്ന് ആ അമ്മ പറയുകയാണ്. ഇപ്പോഴും തനിക്ക് ചുറ്റുമായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഇപ്പോഴും ആ മനുഷ്യനുണ്ട് എന്നുള്ള ചിന്തയാണ് അമ്മയ്ക്കുള്ളത്. അമ്മ നെടുവീർപ്പിട്ടു. രാത്രി വൈകിട്ട് ഉറങ്ങാനുള്ള ഭാവത്തിലായിരുന്നില്ല അമ്മ. മുറിക്കകത്ത് നിന്ന് എന്തെല്ലാം എടുത്തു വയ്ക്കുകയും തരം തിരിക്കുകയും ചെയ്യുന്നു. എവിടെയെങ്കിലും പോകാൻ പുറപ്പെട്ടാൽ അമ്മ എന്നും ഇങ്ങനെയാണ്. എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് കൃത്യമായി അടുക്കി വയ്ക്കും. തൃപ്തിയാകുന്നത് വരെ അമ്മ അത് തുടരും. അല്പം കഴിഞ്ഞപ്പോൾ മകൻ ഓർമ്മിപ്പിച്ചു, ഉറങ്ങിക്കോളൂ അമ്മേ, കാലത്ത് എഴുന്നേറ്റ് പോകേണ്ടതല്ലേ. രാത്രി വൈകിട്ട് അമ്മ ഉറങ്ങിയിരുന്നില്ല. ഓരോ സാധനങ്ങൾ കൃത്യമായിട്ട് എടുത്തു മാറ്റി വയ്ക്കുകയായിരുന്നു. നാളെ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ഇനി എന്നാണ് ആ വീട്ടിലേക്ക് വരുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് മകൻ ഇതെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ട് വരികയാണ്. അമ്മയോട് പറയുന്നു, അമ്മ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, നമുക്ക് വെളുപ്പിന് പോകാനുള്ളതല്ലേ എന്ന്. അമ്മയുടെ രീതി അതാണ്. എല്ലാം കൃത്യമായിട്ട് അതതിൻ്റെ ഭാഗത്ത് എടുത്തു വയ്ക്കും. യാത്രയ്ക്ക് പോകുന്ന സമയത്ത് അത് ഈ തവണയും പതിവ് തെറ്റിച്ചില്ല. പുലർച്ചയ്ക്ക് കണാരം വരും. താക്കോൽ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നാൽ നേരം പുലർന്നിട്ട് അമ്മ എഴുന്നേൽക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു. പിന്നീട് അയാൾ കൂട്ടിച്ചേർത്ത് പറയാന്ന് മകൻ പറയുകയാണ്, കണാരൻ വരും, കണാരനെ താക്കോൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ പോകണം, എന്നാലാണ് എനിക്ക് ജോലിക്കെല്ലാം കയറാൻ കഴിയുള്ളൂ എന്നുള്ളൊരു രീതിയോട് കൂടി പറഞ്ഞുകൊണ്ട് മകൻ മുറിയിലേക്ക് പോവുകയാണ്. നേരം പുലർന്നു. അമ്മയ്ക്ക് എഴുന്നേൽക്കാനുള്ള ഒരു ഭാവമില്ലായിരുന്നു. ഒരു യാത്രയ്ക്ക് ഒരുങ്ങാനുള്ള അമ്മ നേരത്തെ ആണെങ്കിൽ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് അമ്മ എഴുന്നേറ്റിട്ടില്ല. പോകാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ. കുളക്കരയിലെ കവിങ്ങിൽ നിന്ന് വീണ് പഴുക്കടക്കികൾ പെറുക്കിയെടുത്ത് ഉമ്മറത്ത് വെച്ച് കണാരൻ കാത്തിരിക്കുന്നു. അമ്മേ, എന്തൊരു കിടപ്പായത്, എണീക്കുന്നില്ലേ? കണാരൻ രാവിലെ തന്നെ വന്നിരുന്നു. അയാൾ പറമ്പെല്ലാം നോക്കി കവുങ്ങിൽ നിന്ന് ആ അടക്കകളെല്ലാം തന്നെ പെറുക്കി വീടിന്റെ ഉമ്മറത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അമ്മ അത് കേൾക്കാത്ത ഭാവത്തിൽ എന്തോ ആലോചിച്ച് കിടക്കുന്നു. ഇന്നിനി ബസ് കിട്ടുന്നു തോന്നുന്നില്ല. മകൻ തിടുക്കം കാട്ടി. മകന്റെ അന്വേഷണം വീണ്ടും ഉയർന്നു വന്നപ്പോൾ ഏതോ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടെന്ന പോലെ അമ്മ ചോദിച്ചു, ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെയും വിളിച്ചു. വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ലാസ്റ്റ് ഭാഗമാണ് പറയുന്നത്. ഇന്നിനി ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇനി നമുക്ക് ഇന്ന് പോകണ്ട എന്ന് പറയുകയാണ്. പിന്നീട് അവർ കൂട്ടിച്ചേർത്ത് പറയുക, മോൻ്റെ ഒപ്പം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെയാ വരിക? അച്ഛൻ്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും എന്നെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ ഓരോ വിളിയും കാതോർത്തുകൊണ്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു. എന്നെ ഇന്നലെയും വിളിച്ചു. അതുപോലെ തന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ്? അച്ഛൻ മരിച്ചു എന്നുള്ള കൃത്യമായുള്ള ബോധ്യം അവർക്കുണ്ട്. പക്ഷേ ആ അച്ഛൻ്റെ ആ ശബ്ദം ഇപ്പോഴും അവരുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭർത്താവിനോടുള്ള സ്നേഹം എത്ര വലുതാണെന്നും ഭാര്യ ഭർത്തൃബന്ധം എത്ര പവിത്രമാണെന്നും നമുക്ക് ഈ വരികളിൽ മനസ്സിലാക്കാം. ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും യാതൊരു വില കൽപ്പിക്കാത്ത ഈ സമൂഹത്തിൽ ഓരോ വിളിയും കാത്ത് എന്ന് പറഞ്ഞ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രത്യേക സവിശേഷ സ്ഥാനം അർഹിക്കുന്നുണ്ട്. അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് UK കുമാരൻ അമ്മ, അച്ഛൻ, മകൻ ഇവരുടെ എല്ലാം കഥാപാത്രത്തെ ഭംഗിയായി സന്നിവേശിപ്പിച്ചിരിക്കുന്നത്.
ബന്ധത്തിൻ്റെയും അതുപോലെ തന്നെ മൂല്യങ്ങളുടെയും വില, ദൃഢതയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെയും വില നല്ല ഭംഗിയായി തന്നെ നമുക്കിവിടെ ഈ കഥാപാത്രങ്ങളിലൂടെ ഓർത്തെടുക്കാനായിട്ട് കഴിയും. ഇവിടെ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രവും അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രവും മകൻ എന്ന് പറഞ്ഞ കഥാപാത്രവും അതുകൊണ്ട് തന്നെയാണ് ഈ കഥയിൽ സവിശേഷ സ്ഥാനം അർഹിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയാണ് UK കുമാരൻ്റെ ഓരോ വിളിയും കാത്ത്. കൃത്യമായിട്ട് പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി കഥ നിങ്ങൾ വായിച്ചു നോക്കണം. നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഒരുപാട് ഈ കഥകളിൽ തെളിഞ്ഞു കാണുന്നു. ഈ കഥകളിലൂടെ കേവലം പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല, അതിലെ നല്ല ആശയം, നന്മയുള്ള ആശയങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഓരോ കൂട്ടുകാരും ശ്രമിക്കണം. നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രധാനമായും 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. വരികളിൽ തെളിയുന്ന അമ്മയുടെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണിത്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. മലയാള ചെറുകഥാ ലോകത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരനാണ് ശ്രീ UK കുമാരൻ. അദ്ദേഹത്തിൻ്റെ ഭാവസാന്ദ്രമായിട്ടുള്ള ഒരു ചെറുകഥയാണ് ഓരോ വിളിയും കാത്ത്. ഭർത്താവ് മരിച്ചുപോയ ഒരു വൃദ്ധയുടെ മാനസിക വ്യാപാരമാണ് ഈ കഥയുടെ പ്രമേയം. അങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഓരോ പോയിന്റുകൾ ഇങ്ങനെ എഴുതുക. അമ്മയുടെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കഥയുടെ ആത്മാവ് തന്നെയാണ്. ഈ കഥയ്ക്ക് ഭാവഭംഗി നൽകുന്നതിൽ ഈ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യവുമുണ്ട്. ഓരോ വിളിയും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കാത്ത് എന്ന് പറഞ്ഞ കൃതിയിലെ ഈ വൃദ്ധയുടെ ജീവിതം എല്ലാവർക്കും ഒരു കണ്ണീര് നൽകുന്ന ഒന്നാണ്. കണ്ണീരണിയിക്കുന്ന രീതിയിൽ തന്നെയാണ് UK കുമാരൻ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഒരു വിളിയും വരില്ല എന്നറിയുമ്പോഴും അവർ വിശ്വസിക്കുന്നത് അദ്ദേഹം തന്നെ വിളിക്കുമെന്നുള്ളതാണ്. അദ്ദേഹം വിളിക്കുമ്പോൾ താൻ എന്ത് ചെയ്യും, താൻ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കും എന്നെല്ലാം തന്നെ ആ അമ്മ ചിന്തിക്കുകയാണ്. ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സ്ത്രീ തന്നെയാണ് ഇതിനകത്തെ വൃദ്ധ എന്ന് പറഞ്ഞ കഥാപാത്രം. അത്രത്തോളം അവർ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ ആ ഭർത്താവ് എത്രത്തോളം സ്ഥാനം അർഹിച്ചിരുന്നു എന്നുള്ളതും ഈ കഥയിലൂടെ, ഈ കഥാപാത്രത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഓരോ വിളിയും കാത്ത് എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നു എന്ന് കണ്ടെത്തുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണിത്. ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തലക്കെട്ടും ശീർഷകത്തിനും സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഒരു മികച്ച സൃഷ്ടിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കഥയാകുമ്പോൾ, ഒരു സിനിമയാകുമ്പോൾ അതിൻ്റെ തലക്കെട്ടുകൾക്ക് നല്ലൊരു പ്രാധാന്യം, കഥയുമായി ഒരു ബന്ധം വേണം. ഇവിടെ കൃത്യമായിട്ട് കഥയുമായി ബന്ധമുള്ള ഒരു തലക്കെട്ട് തന്നെയാണ് ഇവിടെ എഴുത്തുകാരൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇട്ടിരിക്കുന്നത്. ഓരോ വിളിയും കാത്ത്. അച്ഛൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ആ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള അമ്മ. അമ്മയുടെ ജീവിതം അച്ഛൻ്റെ വിളിക്കപ്പുറമായിരുന്നു. അച്ഛൻ്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ അമ്മ തൻ്റെ ചെറുപ്പത്തിലേക്ക് മടങ്ങിയായിരുന്നു. അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മ വാർദ്ധക്യത്തിലേക്ക് വഴുതി വീണു പോകുമോ എന്നുള്ള പേടി തനിക്കുണ്ടെന്ന് ആ മകൻ പറയുന്നുണ്ട്. അച്ഛൻ്റെ മരണശേഷം താൻ താമസിക്കുന്ന നഗരത്തിലെ വീട്ടിലേക്ക് മകൻ അമ്മയെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ആ അമ്മ പോകാനായിട്ട് തയ്യാറാകുന്നില്ല. അച്ഛൻ്റെ വിളികൾക്ക് കാതോർത്തിരിക്കുന്ന അമ്മയ്ക്ക് മകനോടൊപ്പം പോകാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അമ്മ ഇപ്പോഴും അച്ഛൻ്റെ വിളിയും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഥയുടെ പ്രമേയവുമായി ഇണങ്ങി നിൽക്കുന്ന ഈ ശീർഷകത്തിൻ്റെ പ്രസക്തി. ഓരോ വിളിയും കാത്ത് എന്നല്ലാതെ അച്ഛൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ ഈ ചിന്ത അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം, ഇതല്ലാതെ മറ്റേത് തലക്കെട്ടാണ് നമുക്ക് ഈ പാഠഭാഗത്തിന് യോജിക്കുന്നത്? പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണിത്. എളുപ്പത്തിൽ മനസ്സിലാകുന്ന, ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന, അർത്ഥതലങ്ങൾ പങ്കുവയ്ക്കുന്ന, ബന്ധങ്ങളുടെ മൂല്യങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന അച്ഛൻ, അമ്മ, മകൻ എന്നീ കഥാപാത്രങ്ങളിലൂടെ കുടുംബ ബന്ധത്തിൻ്റെ തീവ്രത, അതുപോലെ തന്നെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൻ്റെ തീവ്രത എന്താണെന്നും, അതുപോലെ വൃദ്ധമന്ദിരങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധജനങ്ങളുടെ അവസ്ഥ എന്താണെന്നെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി തരുന്ന, ഒരുപാട് ഹൃദയ തുടിപ്പുകൾ സമ്മാനിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചെറുകഥയാണ് UK കുമാരൻ്റെ ഓരോ വിളിയും കാത്ത്. അപ്പോൾ നമുക്ക് പാഠഭാഗമൊക്കെ ഭംഗിയായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് അതിനകത്ത് ഓരോ വിവരങ്ങൾ കിടക്കുന്നുണ്ട്. കഥാപാത്ര നിരൂപണം, ആശയം, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ് കാണും വരെ താങ്ക് യു, ബൈ.